സാമ്രാജ്യങ്ങൾ പലപ്പോഴും ഒരു യുദ്ധത്തിലല്ല തകരുന്നത്. അവരുടെ പരിധികൾ ലോകം തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അവരുടെ അസ്തമയം ആരംഭിക്കുന്നത് എന്നൊരു ചരിത്രകാരൻ പറയുന്നതായി കാണാം. ഈ വാചകം മനസ്സിലാക്കാൻ നമുക്ക് 1956 പോകാം. അന്നും ബ്രിട്ടൻ വലിയ ലോകശക്തിയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ മുമ്പേ ദുർബലമാകാൻ തുടങ്ങിയിരുന്നു. 2 ലോക മഹായുദ്ധങ്ങൾ സാമ്പത്തികമായി തളർത്തി. ഇന്ത്യ ഉൾപ്പെടെ പല കോളനികളും സ്വാതന്ത്ര്യം നേടി. അമേരിക്കയും സോവിയറ്റ് യൂണിയനും പുതിയ മഹാശക്തികളായി ഉയർന്നു. അപ്പോഴാണ് ഈജിപ്ത് പ്രസിഡന്റ് കമാൽ അബ്ദുൽ നാസർ സൂയസ് കനാൽ ദേശീയവൽക്കരിച്ചത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നിവർ ചേർന്ന് സൈനിക നടപടി തുടങ്ങി. യുദ്ധഭൂമിയിൽ അവർക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. അമേരിക്ക പിന്തുണച്ചില്ല. സോവിയറ്റ് യൂണിയൻ ശക്തമായി എതിർത്തു. അവസാനം ബ്രിട്ടന് പിൻവാങ്ങേണ്ടി വന്നു. അന്നാണ് ലോകം ഒരു സത്യം മനസ്സിലാക്കിയത്. ബ്രിട്ടന് ഇനി പഴയ പോലെ ലോകത്തെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. സൂയസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഒരു ദിവസം കൊണ്ട് തളർത്തിയതല്ല, പക്ഷെ അതിൻ്റെ ശക്തിയുടെ പരിധി ലോകത്തിന് വെളിപ്പെടുത്തി. ഇന്ന് ചില വിശകലനക്കാർ ഇതേ ചോദ്യം അമേരിക്കയെക്കുറിച്ചും ചോദിക്കുന്നു. ഹോർമുസ് കടലിടുക്ക്, മിഡിൽ ഈസ്റ്റിലെ സംഘർഷം, പുതിയ ശക്തിയുടെ ഉയർച്ച, ഇവ അമേരിക്കയുടെ സൂയസ് മൂവ്മെൻ്റ് ആകുമോ? പക്ഷേ ചരിത്രം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സാമ്രാജ്യങ്ങൾ ഒരു ദിവസം കൊണ്ട് വീഴില്ല. അവ അജയ്യരല്ലെന്ന് ലോകം തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അവയുടെ അസ്തമയം ആരംഭിക്കുന്നത്. റോം അത് കണ്ടു, ഒട്ടോമൻ അത് കണ്ടു, ബ്രിട്ടൻ അത് കണ്ടു. ചരിത്രത്തിൻ്റെ അടുത്ത അധ്യായം ആരെക്കുറിച്ചായിരിക്കും എഴുതപ്പെടുക? അത് സമയം തീരുമാനിക്കും.